എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബ്രെഡും ഉരുളക്കിഴങ്ങും വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ മൈദയാണ്. അപ്പോൾ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. പക്ഷേ നമ്മളിത് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടിയേക്കാളും കുറച്ചും കൂടെ നന്നായിരിക്കുക മൈദയായിരിക്കും. ഞാനിപ്പോൾ 1/2 കപ്പ് മൈദയും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് പൊരിക്കാനാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടിക്ക് പകരമായിട്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ബ്രെഡൊക്കെ പൊരിച്ചെടുക്കില്ലേ, അതിന് പകരമായിട്ട് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് കുറച്ച് ടേസ്റ്റി ആയിട്ടുള്ളൊരു രീതിയിലാണ് നമ്മളിന്ന് ബ്രെഡ് പൊരിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒറ്റയടിക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത്. വളരെ കുറച്ചായിട്ട് ഒഴിച്ച് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കി വേണം നമുക്ക് വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഒത്തിരി ലൂസായിട്ടുള്ളൊരു ബാറ്റർ അല്ല നമുക്ക് വേണ്ടത്, കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാൻ ബ്രെഡ് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഒരു ബ്രെഡ് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി നമുക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബ്രെഡ് പീസ് ഓരോന്നും നമ്മുടെ ബാറ്ററിൽ മുക്കിയ ശേഷം തിളച്ച എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പം നിങ്ങൾ സാധാരണ ബ്രെഡ്, അതായത് നമ്മുടെ വൈറ്റ് ബ്രെഡൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം ബ്രെഡ് നമ്മുടെ ഈ മാവിൽ മുക്കുമ്പോൾ അതിന് കുറച്ച് കട്ടിയുണ്ടല്ലോ, അപ്പോൾ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് മുക്കിയെടുക്കുക. പിന്നെ ക്രൗഡഡ് ആയിട്ട് ഒരുപാട് എണ്ണം കുത്തി നിറച്ചിട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഞാനിവിടെ സാധാരണ വൈറ്റ് ബ്രെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് എടുക്കുകയാണെങ്കിൽ അത് പൊട്ടിപ്പോകുന്നില്ലേ, നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറു സൈഡും കൂടെ തിരിച്ചിട്ട് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ ഇവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റായിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. സാധാരണ നമ്മൾ വെറുതെ മൈദയിലൊക്കെ മുക്കി ബ്രെഡ് പൊരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് എടുത്തു. ഇനി അതുപോലെ തന്നെ രണ്ടാമതും ബാക്കിയുള്ള ബ്രെഡ് പീസുകൾ നമുക്ക് എണ്ണയിലിട്ട് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഒട്ടും തന്നെ സമയം വേണ്ട നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.